എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ശരിക്കും സുഖിയനല്ല കേട്ടോ. നമ്മുടെ മലയാളികളുടെ മെയിൻ ഐറ്റമാണ് സുഖിയൻ. ഇത് തമിഴ്നാട്ടിൽ സൂസിയം എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. സുഖിയൻ നമ്മളുണ്ടാക്കുന്നത് ചെറുപയർ കൊണ്ടാണ്, പക്ഷേ ഇത് നമ്മളുണ്ടാക്കുന്നത് കടലപ്പരിപ്പ് വെച്ചാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്കെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ചന്നാഡാലില്ലേ, അതാണ് ഐറ്റേ. അതിനെ നമുക്കൊരു 3-4 വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ടൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുക. അങ്ങനെ കുതിർത്തെടുത്ത കടലപ്പരിപ്പാണിത്. ഇത് കുക്കറിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് 3-4 വിസിൽ നമുക്ക് വരുത്തിച്ചെടുക്കണം. നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടണം. അങ്ങനെ കടലപ്പരിപ്പ് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഒന്നെങ്കിൽ പൊട്ടറ്റോ മാഷ് വെച്ച് ഉടച്ചെടുക്കുക, അതല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒന്ന് ഉരുകി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ മീഡിയത്തിലിട്ട് കൊടുത്ത് തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. തേങ്ങ ഫ്രൈ വരുമൊന്നും വേണ്ട, കളറൊക്കെ ഒന്ന് മാറി വരുന്ന ഒരു പരുവായാൽ മതി. ഈ ഒരു പരുവായി വന്നാൽ മതിയേ. ഇതിലോട്ട് ഞാൻ 1 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ശർക്കര ചിരുകിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ശർക്കരപ്പൊടി എല്ലാം നല്ലതായിട്ടൊന്ന് അലിഞ്ഞു വരണം. ശർക്കരപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഇവിടെ നല്ലതായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാലുണ്ടല്ലോ, ആ ഡാൽ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ശർക്കര വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഉരുക്കി വന്നപ്പോൾ തന്നെ കുറച്ച് ലൂസായിട്ടായിരിക്കും. അത് നമുക്കൊന്നും തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ചിത് കുറുകി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഞാൻ പഞ്ചസാര ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഏലക്ക തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയേ. ഇത് നമുക്ക് വയറ്റി ഒന്ന് എടുക്കണം. ഇതിലോട്ട് ശർക്കര ഡാലൊക്കെ ഇതിലോട്ട് നല്ലതായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ തന്നെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു പരുവാവുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. നല്ലതായിട്ട് തണുത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിനെ ഉരുളകളാക്കി എടുക്കണം. നമുക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഉരുളകളാക്കി എടുക്കത്തില്ലേ, ആ ഒരു വലിപ്പത്തിൽ നമുക്കിതിനെ ഉരുളകളാക്കി എടുക്കാം. എല്ലാം ഞാൻ ഇവിടെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കോട്ടിങ് ആവശ്യമുണ്ട്. അതിന് ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 2 നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ നമുക്കിതിനൊന്ന് കലക്കിയെടുക്കാം. ഈ ഒരു ലൂസി വേണം ഇത് കിട്ടാനായിട്ട്. നമ്മൾ ഉരുളകളാക്കി എടുത്തില്ല, അത് ഒരെണ്ണം ഇതിലോട്ട് ഇട്ട് കൊടുത്ത് മാവ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടായി എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടണം. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടിയിട്ട് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതായിട്ട് വെന്തതാണല്ലോ. അതുകൊണ്ട് തീ കൂട്ടിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തോളൂ. ആദ്യത്തെ ബാച്ച് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് കോരി മാറ്റുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വരാം. എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. ശരിക്കും സുഖിയനുമായിട്ട് നമുക്കിതിനെ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. സുഖി എന്ന് പറഞ്ഞാൽ ചെറുപയറാണ്, ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടും. ഇത് നല്ല പേസ്റ്റ് പോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടല്ലേ ഇതിൻ്റെ അകഭാഗം നമ്മൾ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കടിക്കാനായിട്ടൊന്നും കിട്ടത്തില്ല. കടലപ്പരിപ്പ് ശർക്കരപ്പാനിയിലൊക്കെ നല്ലതായിട്ട് നമ്മൾ വഴറ്റി വേവിച്ചെടുത്തതല്ലേ, അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ പേരറിയാവുന്നവർ ഇതിൻ്റെ പേരെന്താണെന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.